നൈസ് മൂവി ആയിരുന്നു, അടിപൊളിയാണ് കണ്ടോണ്ടിരിക്കാൻ. ഇപ്പൊ റീസെന്റ് നന്നായിട്ടാണ് ആള് സെലക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ഗ്രേറ്റ്. എല്ലാവരുടെയും ഈ ഒരു വിൻറ്റേജ് സ്റ്റൈലൊക്കെ അനശ്വര വളരെ നന്നായിട്ട് ചെയ്യാറുണ്ട്. ആൻഡ് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതൊരു പുതിയ ഐഡിയ ആണ് ഈ കൊടുത്തിരുന്നതെല്ലാം. അത് നന്നായിട്ടുണ്ട്. ഇതുവരെ മലയാള സിനിമയിൽ ഇങ്ങനെ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ഈ രീതിയിൽ. അത് കണ്ട കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. പെർഫോമൻസും സ്ക്രിപ്റ്റും നല്ലതായിരുന്നു. എല്ലാവരും നല്ല സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ മമ്മൂട്ടി അങ്ങനെ ഒന്ന് കാണാൻ പറ്റിയില്ല, ഭയങ്കര സന്തോഷം, നല്ല സന്തോഷം. നല്ല പടം, എല്ലാവരും വന്ന് കാണണം. ആദ്യം കോമഡി ആയിരുന്നു, പക്ഷെ എന്നാലും കണ്ടാ പറയും ആന്ന് കണ്ടാ പറയും. അതെ, പെർഫെക്ഷൻ പോലെ തോന്നി. ഒരു 85% പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, പടം കുഴപ്പമില്ല. അനശ്വര ആസിഫ് അലിയുടെ അഭിനയം കൊള്ളാം, കുഴപ്പമില്ല. കൊള്ളാം, നല്ല പടമായിരുന്നു. ആസിഫ് അലി അടിപൊളിയായിട്ടുണ്ട്. പുള്ളിയുടെ എല്ലാ പടങ്ങളും കണ്ട എല്ലാം നല്ല പടങ്ങളായിരുന്നു. ഇതിൽ പുള്ളി നല്ല പോലെ പെർഫോം ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. പുള്ളി എനിക്ക് തോന്നുന്നത് ഇൻവെസ്റ്റിഗേഷൻ പോലത്തെ ഒരു ജേണലാണ് കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. പുള്ളിക്ക് അത് മാച്ച് ചെയ്യുന്നുണ്ട്, നല്ലതായിട്ടുണ്ട്. ആസിഫ് അടി അനശ്വര രാജൻ്റെ റോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത് ഫുൾ അത് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല പഴയ മമ്മൂട്ടി ഫ്രണ്ട് വന്ന പോലെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു നല്ലപോലെ ഫിലിംസിനെ കുറിച്ച് കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് പോയിട്ടുണ്ട്. നല്ലൊരു ചെയ്തിട്ടുണ്ട്. പുതിയ ടെക്നോളജി ഉപയോഗിച്ച് പഴയ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല സിനിമയാണ്. മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഫ്ലാഷ് ബാക്ക് കാണിച്ചപ്പോഴത്തേക്കും അവരുടെ തന്നെ ഇപ്പം സിദ്ദീഖിന്റെ മോനാണ് തോന്നുന്നു ചെയ്തത്. അതെല്ലാം കൃത്യമായിട്ട് ചെയ്ത പോലെ തോന്നുന്നു. എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നന്നായിട്ടുണ്ടായിരുന്നു, അടിപൊളി സിനിമ. അതെ, നല്ല സിനിമ. എല്ലാ ഏജ് ഗ്രൂപ്പിലും കാണാൻ പറ്റിയ നല്ല സിനിമ. അനശ്വരയ്ക്ക് ഫ്ലാഷ് ബാക്ക് ക്യാരക്ടർ ആണെങ്കിൽ പോലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ. മനോജ് കെ ജയനൊക്കെ നല്ല അടിപൊളി ക്യാരക്ടറാണ്. ഭയങ്കര നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യുന്ന അങ്ങനത്തെ ഒരു പേസിലുള്ള സിനിമ അല്ലെങ്കിൽ പോലും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട്, അവരതിന് അത്രയ്ക്ക് ബാക്ക് റിസർച്ച് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. നമുക്കൊരു ഫ്ലോയും അതിനകത്ത് തോന്നത്തില്ല. നന്നായിട്ട് എടുത്തിട്ടുണ്ട്.